ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്റ്റഡി SCRT for PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സയൻസിൻ്റെ 6ാമത്തെ ചാപ്റ്ററായ നിർമ്മലമായ പ്രകൃതിക്കായി. എല്ലാ ജീവജാലങ്ങളും പ്രത്യക്ഷമായോ പരോക്ഷമായോ മണ്ണ്, വായു, ജലം എന്നീ ഘടകങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. ജലാംശത്തിൻ്റെ അളവ് ഓരോ തരം മണ്ണിലും വ്യത്യസ്തമായിരിക്കും. ജലം പെട്ടെന്ന് വാർന്നു പോകുന്ന മണ്ണാണ് മണൽ മണ്ണ്. ജലം ഏറ്റവും അധികം സംഭരിച്ചു വയ്ക്കുന്ന മണ്ണ് വയൽ മണ്ണ്, അതായത് കളിമണ്ണ്. ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായി ജൈവാവശിഷ്ടങ്ങൾ മണ്ണിൽ വിഘടിച്ച് ചേരുന്നു. ജൈവാംശം കൂടുതലുള്ള മണ്ണ് പർവ്വത മണ്ണാണ്. മണ്ണിൻ്റെ ജലാംശത്തിൽ വ്യത്യാസമുണ്ടാകാൻ കാരണം ജലലഭ്യത, ബാഷ്പീകരണ നിരക്കിലെ വ്യത്യാസം, ജലം സംഭരിച്ചു വയ്ക്കാനുള്ള ശേഷിയിലെ വ്യത്യാസം, ജൈവാംശത്തിൻ്റെ അളവിലെ വ്യത്യാസം. ജൈവാംശം കൂടുതലുള്ള മണ്ണിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് വേഗത്തിൽ വിഘടിക്കുന്നു. ജൈവാംശം കൂടുതലുള്ള മണ്ണിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിക്കുമ്പോൾ പതഞ്ഞു പൊങ്ങാൻ കാരണം ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിച്ച് ഓക്സിജൻ പുറത്തു വരുന്നത് മൂലമാണ്. മേൽമണ്ണിനെ അപേക്ഷിച്ച് അടിമണ്ണിൽ ജൈവാംശം വളരെ കുറവാണ്. മേൽമണ്ണ് ഏകദേശം ഒരടിക്കനത്തിലാണ് കാണപ്പെടുന്നത്. ജൈവാംശം കൂടുതലുള്ള മണ്ണാണ് കൃഷിക്ക് യോജിച്ചത്. ജൈവാംശം കൂടുതലുള്ള മണ്ണിന് ജലാകിരണ ശേഷി കൂടുതലാണ്. മണൽ മണ്ണിൽ ജൈവാംശം കുറവായതിനാൽ ജലാകിരണ ശേഷി കുറവാണ്. മേൽമണ്ണ് നഷ്ടപ്പെടാൻ ഇടയാകുന്ന സാഹചര്യങ്ങളാണ് മണ്ണൊലിപ്പ്, ഖനനം, വനനശീകരണം. മരങ്ങളുടെ വേരുകൾ മണ്ണിനെ ഒഴുകിപ്പോകാതെ പിടിച്ചു നിർത്തുന്നു. മരങ്ങളോ ചെടികളോ ഇല്ലാത്ത പ്രദേശത്ത് മണ്ണൊലിപ്പ് കൂടുതലാണ്. ചരിഞ്ഞ പ്രദേശത്ത് മണ്ണൊലിപ്പിന് സാധ്യത കൂടുതലാണ്. മണ്ണിൽ വിഘടിച്ച് ചേരാത്ത വസ്തുക്കൾ മണ്ണിൻ്റെ സ്വാഭാവിക ഘടനയ്ക്ക് മാറ്റം വരുത്തുന്നു. മണ്ണിലേക്ക് ജലം ഊർന്നിറങ്ങുന്നതും വേരുകളുടെ വളർച്ചയും പ്ലാസ്റ്റിക് പദാർത്ഥങ്ങൾ തടസ്സപ്പെടുത്തുന്നു. മണ്ണിരയുടെയും മണ്ണിലെ സൂക്ഷ്മജീവികളുടെയും നാശത്തിന് കാരണമാകുന്നത് മണ്ണിലെ രാസവസ്തുക്കളുടെ ഉപയോഗമാണ്. ജലസ്രോതസ്സുകൾ. ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ആവശ്യമുള്ള ജലം കുടിവെള്ളമാണ്. ജലത്തിൻ്റെ ഗുണനിലവാരത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വിവിധ ധാതുക്കൾ, ഓക്സിജൻ, സൂക്ഷ്മജീവികൾ, അലേയ മാലിന്യങ്ങളും. ശുദ്ധമായ ജലത്തിന് നിർവീര്യ സ്വഭാവമാണ്. ശുദ്ധജലത്തിൻ്റെ pH വാല്യൂ 7 ആണ്. കുടിവെള്ളമായി ഉപയോഗിക്കുന്ന ജലത്തിൻ്റെ pH വാല്യൂ 6.5 മുതൽ 7.5 വരെയാണ്. ജലസ്രോതസ്സുകളും ശതമാനവും. ജലസ്രോതസ്സ് ശതമാനം: സമുദ്രജലം 96.50, മഞ്ഞുപാളി 1.73, ഭൂഗർഭജലം 1.69, അന്തരീക്ഷത്തിൻ്റെത് 0.001, തടാകത്തിൻ്റെത് 0.001, മറ്റുള്ളവയുടെ 0.078. ജലശുദ്ധീകരണശാല, വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. ജലശുദ്ധീകരണശാലകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ പ്രധാന ഘട്ടങ്ങളാണ്: ഘട്ടം 1 എയറേഷൻ. ജലം വായുവുമായി കലർത്തുന്ന പ്രവർത്തനമാണ്. എയറേഷൻ മൂലം ജലത്തിലെ ഓക്സിജൻ്റെ അളവ് വർദ്ധിക്കുന്നു. ഘട്ടം 2 കൊയാഗുലേഷൻ. ജലശുദ്ധീകരണശാലയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട ഘട്ടമാണ്. ജലത്തിൽ കലർന്നു കിടക്കുന്ന ഖരപദാർത്ഥങ്ങളെ അടിയിക്കുന്നതിനു വേണ്ടി ചേർക്കുന്ന വസ്തുവാണ് ആലം. ആലം ചേർക്കുന്നത് വഴി കുറയുന്ന ജലത്തിൻ്റെ pH മൂല്യം ക്രമീകരിക്കാൻ ഉപയോഗിക്കുന്നത് കുമ്മായം. ഘട്ടം 3 ക്ലാരിഫ്ലോക്കുലേഷൻ. മാലിന്യങ്ങൾ അടിഞ്ഞ ശേഷം തെളിഞ്ഞ വെള്ളം ഫിൽട്ടറിലേക്ക് വിടുന്ന പ്രക്രിയയാണ്. ഘട്ടം 4 ഫിൽട്രേഷൻ. അടിയാതെ കിടക്കുന്ന മാലിന്യങ്ങളെ ഫിൽട്ടറിൽ വെച്ച് നീക്കം ചെയ്യുന്ന ഘട്ടമാണ്. മുകളിൽ മണലും അടിയിൽ വലിപ്പം കൂടിയ കല്ലുകളുമാണ് ഫിൽട്ടർ യൂണിറ്റിൽ ഉപയോഗിക്കുന്നത്. ഘട്ടം 5 ക്ലോറിനേഷൻ. ഫിൽട്ടർ ചെയ്ത് വരുന്ന ജലത്തെ അണുവിമുക്തമാക്കാൻ ക്ലോറിൻ വാതകമോ ബ്ലീച്ചിങ് പൗഡറോ ചേർക്കുന്നു. ഘട്ടം 6 സംഭരണം. ശുദ്ധീകരിച്ച ശേഷം ജലം ശുദ്ധജല സംഭരണിയിൽ ശേഖരിക്കുന്നു. ജലശുദ്ധീകരണശാലയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ആണ് ഒരു ഫിഗർ തന്നിരിക്കുന്നത്. വീടുകളിൽ ഉപയോഗിക്കുന്ന വാട്ടർ പ്യൂരിഫയറുകളിൽ ക്ലോറിനേഷൻ നടത്തുന്നതിന് പകരം ഉപയോഗിക്കുന്നത്
അൾട്രാ വയലറ്റ് രശ്മികൾ. വീടുകളിലെ കിണറുകളിൽ ശുചീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തു ബ്ലീച്ചിങ് പൗഡർ. അന്തരീക്ഷ വായുവിലെ സ്വാഭാവിക ഘടകങ്ങളുടെ അളവ് വ്യത്യാസപ്പെടുകയും അന്യവസ്തുക്കൾ വായുവിൽ കലരുകയും ചെയ്യുമ്പോൾ വായു മലിനമായി എന്ന് പറയാം. ജലമലിനീകരണത്തിന് കാരണം വിസർജ്യ വസ്തുക്കളും മറ്റു മാലിന്യങ്ങളും കുടിവെള്ളത്തിൽ കലരുന്നത്. മലിനജലത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഡയേറിയ, ടൈഫോയിഡ്, കോളറ, ഡിസെൻട്രി, മഞ്ഞപ്പിത്തം. ഡയേറിയയ്ക്ക് കാരണമായ ബാക്ടീരിയ ഈ കോളി. അന്തരീക്ഷ വായുവിലെ ഘടകങ്ങൾ. വായുവിലെ ഘടകങ്ങളും ശതമാനവും. നൈട്രജൻ 78%, ഓക്സിജൻ 20.9%, കാർബൺ ഡൈ ഓക്സൈഡ് 0.03%, മറ്റുള്ളവ 1.07%. കാർബൺ മോണോക്സൈഡിൻ്റെ ദൂഷ്യഫലങ്ങൾ മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. രക്തത്തിന് ഓക്സിജനെ ആഗിരണം ചെയ്യാനുള്ള ശേഷി കുറയുന്നു. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ദൂഷ്യഫലം ആഗോളതാപനത്തിന് കാരണമാകുന്നു. സൾഫർ ഡയോക്സൈഡിൻ്റെ ദൂഷ്യഫലങ്ങൾ കണ്ണിന് അസ്വസ്ഥതയുണ്ടാക്കുന്നു, ശ്വാസകോശ അർബുദം, ആസ്മ എന്നിവയ്ക്ക് കാരണമാകുന്നു. അന്തരീക്ഷ വായുവിൽ നൈട്രജൻ്റെ ഓക്സൈഡുകൾ കൂടുന്നത് അമ്ലമഴയ്ക്ക് കാരണമാകുന്നു. താങ്ക് യു.